ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് യൂറോപ്പിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം. കാരണം ഫ്രാൻസിലെയോ മറ്റോ ഒരു ചെറു പട്ടണത്തിലെ ഉൾത്തെരുവിലൂടെ നടക്കുന്ന അതേപോലുണ്ടല്ലോ. പക്ഷേ ഇത് ഫ്രാൻസ് അല്ല, വിയറ്റ്നാമിലെ ഒരു മലമ്പ്രദേശമാണ്. ബെനാ ഹിൽസ് എന്ന മലയുടെ മുകളിലെ ഫ്രഞ്ച് വില്ലേജ്. കൃത്രിമമായി ഒരുക്കിയെടുത്ത ഫ്രഞ്ച് വില്ലേജ് ആണ്. പക്ഷേ എങ്ങനെയാണ് അന്നാട്ടിലെ കാലാവസ്ഥ കൂടി ഇവിടെ വന്നതെന്ന് സംശയിച്ചേക്കാം. കോടമഞ്ഞും കൊടും തണുപ്പുമായി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് യഥാർത്ഥ ഫ്രാൻസിലെ ഒരു വിന്റർ കാലം നൽകുന്ന അനുഭവമാണ് ലഭിക്കുന്നത്. നമ്മുടെ പോലെ ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള വിയറ്റ്നാമിലെ ടൂറിസ്റ്റ് അട്രാക്ഷനുകളിലൊന്നാണ് ബെനാ ഹിൽസ്. അവിടെ ഒരു ഫ്രഞ്ച് ഗ്രാമത്തെ ഒരുക്കിയെടുത്തിരിക്കുകയാണ്. ഫ്രാൻസിലെ ഭക്ഷണം, ഫ്രാൻസിലെ ബിയറും മദ്യവും, ഫ്രാൻസിലെ കരകൗശലം, പിന്നെ ഫ്രാൻസിലെ യഥാർത്ഥമായ ആംബിയൻസും. മഴയായതുകൊണ്ട് കുട ചൂടി നടക്കണം എന്നൊരു അസൗകര്യം മാത്രം. ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ കാഴ്ചകൾ കുറെ നടന്നു കണ്ടു. കാലാവസ്ഥ കൂടുതൽ മോശമാവുന്നത് കൊണ്ട് ഒടുവിൽ മടങ്ങാമെന്ന് തീരുമാനിച്ചു. ബെനാ ഹിൽസിലെ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. മടക്കയാത്ര വേറൊരു ലൈനിലുള്ള കേബിൾ കാറിലാണ്. 5 ലൈനുകളുള്ള ഒരു കേബിൾ കാർ നെറ്റ്വർക്കാണ് ഇവിടുത്തേത്. ഞങ്ങൾ കേബിൾ കാറിലേക്ക് കയറാവുന്ന ഹാളിലേക്കെത്തി. കലാപരമായി രൂപപ്പെടുത്തിയ സംവിധാനങ്ങൾ. ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ നെറ്റ്വർക്ക്. അതിലെ ഒരു ക്യാബിനിലേക്കാണ് ചെന്നു കയറുന്നത്. ഇനി മടക്കയാത്രയ്ക്കായി പലയിടത്ത് ഇറങ്ങിക്കയറേണ്ടതില്ല. 5.25 കിലോമീറ്റർ നീളുന്ന ഒറ്റ കേബിൾ കാർ യാത്രയാണത്. സഞ്ചാരം സംഘത്തിലെ എൻ്റെ സഹയാത്രികരാണ് ഈ ക്യാബിനകത്തുള്ളത്. യാത്ര തുടങ്ങി കുറേ ദൂരം ഒന്നും കാണാൻ പറ്റിയില്ല. ഒടുവിൽ കോടമഞ്ഞ് മാറിത്തുടങ്ങിയ താഴ്വാരത്തേക്ക് എത്തുമ്പോഴാണ് മലഞ്ചെരുവിലെ മലനിരകൾ കണ്ടു തുടങ്ങിയത്. ചിലയിടത്ത് ഹിമാലയത്തിന്റെ താഴ്വാരത്തിലേതുപോലെ കുത്തനെയുള്ള ചെരിവാണ്. താഴെ കൂടി ഒരു നദി ഒഴുകുന്നു. പുൽമേടുകളുണ്ട് കുറെ ഭാഗത്ത്. വന്യജീവികളൊക്കെയുള്ള ഒരു മലമ്പ്രദേശമാണിത്. നമ്മുടെ പശ്ചിമഘട്ടം പോലെ വളരെ ദൂരം വ്യാപിച്ചു കിടക്കുന്ന ട്രൂ വോങ് സൺ പർവ്വതനിരയുടെ ഭാഗമാണ് ഈ ബെനാ ഹിൽസ്. ലാവോസ്, വിയറ്റ്നാം, കംബോഡിയ എന്നീ രാജ്യങ്ങളിലൂടെ 1100 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന പർവ്വതനിര. കേബിൾ കാർ കുറേ ദൂരം ഓടി താഴേക്കെത്തുകയാണ്. മലമുകളിലേക്ക് പോകുന്ന മൺപാതകളൊക്കെ താഴെ കാണാം. ടാർ ചെയ്യാത്ത പാതകൾ, ഇടയ്ക്ക് വാഴത്തോട്ടങ്ങൾ. മലമുകളിൽ വനമായി കിടന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ എന്റർടൈൻമെന്റ് സിറ്റി രൂപപ്പെടുത്തിയിരിക്കുന്നത്. താഴത്തെ സ്റ്റേഷനിലേക്ക് കേബിൾ കാർ പയ്യെ അടുക്കുകയാണ്. ഇവിടെ ഇറങ്ങാം. ഞങ്ങളെല്ലാം ഗൊണ്ടോളകളിൽ നിന്നിറങ്ങി. ജീവനക്കാരെല്ലാം പ്രൊഫഷണലാണ്. അലസന്മാരെയോ ഉഴപ്പന്മാരെയോ ഒന്നും കാണില്ല. എല്ലാം പ്രൊഫഷണലായി ഒരുക്കി വെച്ചിരിക്കുന്നു. ഞാൻ പ്രൊഫഷണൽ എന്ന് വീണ്ടും വീണ്ടും പറയാൻ കാരണമുണ്ട്. ഇന്ത്യയിലെ 1-2 സ്ഥലങ്ങളിലെ കേബിൾ കാർ സ്റ്റേഷനുകൾ ഈയിടെ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. ടെക്നോളജിയൊക്കെ മികച്ചതാണെങ്കിലും അവിടുത്തെ വൃത്തിയില്ലായ്മയും പ്രൊഫഷണലിസം ഇല്ലായ്മയും ഇതുമായി അറിയാതെ താരതമ്യപ്പെടുത്തി പോകും. കേബിൾ കാർ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയിട്ട് ഈ കെട്ടിടത്തിനകത്തുകൂടി ഏതാണ്ട് 1 കിലോമീറ്ററിലേറെ നടക്കണം. എങ്കിലേ പാർക്കിങ്ങിൽ വണ്ടി കിടക്കുന്നിടത്തേക്കെത്തൂ. ആ നടത്തം മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല. ഇതാണ് ടോക് ടിയൻ എന്ന കേബിൾ കാർ സ്റ്റേഷൻ. ഈ താഴ്വാരത്ത് തന്നെ 3 സ്റ്റേഷനുകളുണ്ട്. വിയറ്റ്നാമീസ് ആർക്കിടെക്ചറൽ ശൈലിയിലാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം. ശരിക്കും ചൈനീസ് ശൈലിയാണെന്ന് തോന്നും. വിയറ്റ്നാമീസ് വാസ്തുവിദ്യാ രീതികൾ വന്നത് ചൈനയിൽ നിന്നാണല്ലോ. താഴെ വലിയൊരു സിറ്റി പോലെ കിടക്കുന്നത് മുഴുവൻ ബെനാ ഹിൽസിനെ ഒരു എന്റർടൈൻമെന്റ് സിറ്റിയാക്കി മാറ്റിയ സൺ വേൾഡ് എന്ന കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. വീണ്ടും എസ്കലേറ്റർ ഇറങ്ങി വേണം താഴേക്ക് ചെല്ലാൻ. 1.5 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്ന ആർക്കിടെക്ചറൽ ഭംഗി, ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ, ഇതൊക്കെ നമ്മെ രസിപ്പിക്കും. ഇതൊരു ക്ഷേത്രമാണ്, ഒരു വിയറ്റ്നാമീസ് ക്ഷേത്ര കോംപ്ലക്സ്. കേബിൾ കാർ ഇറങ്ങി ഇത്രയേറെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ നടത്തം കൂടി ഒരു ആക്ടിവിറ്റിയാണ്. ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്, കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചറൽ ശൈലി, പരിസരങ്ങൾ എല്ലാം ആരെയും രസിപ്പിക്കും. പണ്ട് ചമ്പ ഗോത്രവിഭാഗക്കാർ പ്രാർത്ഥനയ്ക്കെത്തിയിരുന്ന ഒരു മലഞ്ചെരിവായിരുന്നു ഇത്. വനത്തിനു മുകളിലൂടെ തലങ്ങും വിലങ്ങും കേബിൾ കാറുകൾ പോകുന്നത് കാണാം.
ഒരു ഭാഗം നമ്മുടെ ഒരു മലയോര ഗ്രാമത്തിലെ കുരുമുളക് ചെടിയൊക്കെയുള്ള തോട്ടം പോലെയുണ്ട്. 2024 25 ലക്ഷം വിദേശ ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിയത്. ദിവസവും 10,000 മുതൽ 15,000 വരെ സന്ദർശകർ ബനാ ഹിൽസിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. ചില ഭാഗത്ത് ചുടുകട്ടയാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത്. ഓലമേഞ്ഞ കെട്ടിടങ്ങൾ, ചെറിയ കുളങ്ങൾ, അതിൽ നീന്തിത്തുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങൾ. അങ്ങനെ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ സന്ദർശകരെ രസിപ്പിക്കുന്ന മട്ടിലാണ് ഇവിടുത്തെ ഓരോ ഇടവും ഒരുക്കിയിരിക്കുന്നത്. ചെറുമരങ്ങൾ, അതിനു ചുവട്ടിലെ ഫ്ലവർ ബെഡുകൾ, പലയിടത്തും സുവനീർ കടകളുണ്ട്. മികച്ച ലാൻഡ്സ്കേപ്പിംഗ്, വൃത്തിയാണ് ഇതിന്റെ എല്ലാം മൊത്തത്തിലുള്ള ഒരു ആകർഷണം. നടന്ന് ഞങ്ങൾ പടിപ്പുരയിലേക്ക് എത്തി. എവിടെയും നിന്ന് ഫോട്ടോ എടുക്കാം. എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹരമായ കാഴ്ചകളാണല്ലോ. സൺവേൾഡ് ബനാ ഹിൽസിന്റെ എൻട്രൻസ് ഇതാണ്. അതും ഒരു ചൈനീസ് പടിപ്പുര പോലെയാണ് പണിതിരിക്കുന്നത്. വമ്പൻ ഒരു പടിപ്പുര. സൺക്രാഫ്റ്റ് ബിയർ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കൊടും മഴയും തണുപ്പുമായതുകൊണ്ട് എന്റെ കൂടെയുള്ളവർക്കൊന്നും സൺക്രാഫ്റ്റ് ബിയറിനെ കാര്യമായി രുചിക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ നിർമ്മിതികളുടെ ആർക്കിടെക്ചറൽ ഭംഗിയാണ് ഏറ്റവും ആകർഷകം. അതുപോലെ ലാൻഡ്സ്കേപ്പിംഗിന്റെയും പൂക്കൾ ഒരുക്കിയിരിക്കുന്നതിന്റെയും ഭംഗി. ആളുകൾക്കെല്ലാം ഇതിന്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോകൾ ഓരോന്നും ഫേസ്ബുക്കിലൂടെയും മറ്റും ഷെയർ ചെയ്യപ്പെടുമ്പോൾ ബനാ ഹിൽസിന്റെയും സൺവേൾഡ് എന്ന കമ്പനിയുടെയും പേരാണ് 10,000-കണക്കിന് ആളുകളുടെ കൈകളിലേക്ക് ഓരോ ദിവസവും എത്തുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിൽ കയറി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ചരിത്ര നഗരമായ ഹൊയ് ആനിലേക്കാണ് അടുത്തതായി പോകുന്നത്. ബനാ ഹിൽസിനെയും ഹൊയാനിനെയും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ടൂറിസം സർക്യൂട്ടിനു വേണ്ടി പണിത റോഡുകളെയും പാലങ്ങളെയും ഒക്കെ പിന്നിട്ടാണ് പോകുന്നത്. കേരളത്തിന്റെയോ അല്ലെങ്കിൽ മലേഷ്യയുടെയോ സമാനമായ ഒരു ഭൂപ്രകൃതിയാണിവിടെ. ചിലയിടത്തേക്കെത്തുമ്പോൾ നമ്മുടെ പാലക്കാടൻ പ്രദേശത്തിന്റെയും കുട്ടനാടിന്റെയും ഒക്കെ ഒരു രീതിയാണ്. ശരിക്കും കുട്ടനാട് പോലുള്ള ഒരു സ്ഥലമാണ് ഹൊയാൻ. കടൽ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഒരിടം. കായലുകളും കനാലുകളുമൊക്കെയുള്ള പ്രദേശം. കൃഷിയിടങ്ങൾക്ക് നടുവിൽ കർഷക വീടുകൾ. ചെറുവീടുകളാണ്. വലിയ സമ്പന്ന ഭവനങ്ങളൊന്നുമില്ല. ഇടത്തരക്കാരുടെ വീടുകൾ. മണൽ ഖനനം നടത്തുന്ന തൊടികൾ. ഇടയ്ക്കൂടെ കടന്നുപോകുന്ന 4 വരിയും 2 വരിയും ഒക്കെയുള്ള പാതകൾ. വീണ്ടും നെൽവയലുകൾ. അതിന് നടുവിലൂടെ കടന്നുപോകുന്ന പാത. നെൽകൃഷിയാണ് ഇവരുടെ പ്രധാന കൃഷികളിലൊന്ന്. പരമ്പരാഗതമായി ഇന്നാട്ടുകാർ ചെയ്തു പോരുന്ന കൃഷിയാണത്. തായ്ലൻഡ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യവും വിയറ്റ്നാം തന്നെ. ലോകത്ത് ഏറ്റവും അധികം അരി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നും ഇതുതന്നെയാണ്. ഗ്രാമങ്ങളിൽ ആളുകളുടെ പ്രധാന തൊഴിൽ നെൽകൃഷി തന്നെയാണ്. ഗവൺമെന്റാണ് എല്ലാ ഭൂമിയുടെയും ഉടമ. പരമ്പരാഗതമായി കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർക്ക് അതിനുള്ള സ്ഥലം പതിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ നെൽകൃഷിക്കായി നൽകിയിരിക്കുന്ന സ്ഥലം മറ്റു കൃഷികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. 20-30 കുടുംബങ്ങൾ ഒരുമിച്ച് നടത്തുന്ന കൂട്ടുകൃഷി സമ്പ്രദായവും ഇവിടെയുണ്ട്. കോർപ്പറേറ്റുകൾക്ക് നെൽകൃഷിയിൽ ഇടപെടാനാവില്ല എന്നതാണ് ഇന്നാട്ടിലെ മറ്റൊരു പ്രത്യേകത. ഇടയ്ക്ക് ചില ഗ്രാമങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ചില ജംഗ്ഷനുകൾ കടന്നു പോകുമ്പോൾ തനി ഗ്രാമങ്ങൾ കാണുന്നു. റെയിൽവേ പാളം ക്രോസ് ചെയ്ത് ആ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നു. ഗ്രാമത്തിലെ അമ്പലങ്ങൾ, റെസ്റ്റോറന്റുകൾ. ഒരു ചെറിയ ഗ്രാമം കഴിയുമ്പോൾ വീണ്ടും നെൽകൃഷിയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്കെത്തുന്നു. അവിടെയും ചെറിയ വീടുകൾ. പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഗ്രാമങ്ങളാണ് ഇതെല്ലാം. ഏക പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്ന നാടാണല്ലോ വിയറ്റ്നാം. ഗ്രാമങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പീപ്പിൾസ് കൗൺസിലുകളുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് സമാനമായ സംവിധാനമാണത്. പാർട്ടി സംവിധാനമായ പീപ്പിൾസ് കമ്മിറ്റികൾക്ക് പീപ്പിൾസ് കൗൺസിലിൽ വലിയ സ്വാധീനമുണ്ടാകും. പാർട്ടി അറിയാതെ എവിടെയും ഒന്നും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനമാണത്. ഇതൊക്കെയാണ് തനി ഉൾനാടൻ കാഴ്ചകൾ. വിയറ്റ്നാമിന്റെ ശരിക്കുമുള്ള ഗ്രാമീണ കാഴ്ചകളാണ് ഈ കാണുന്നത്.
വലിയ പൊലിമയൊന്നുമില്ലാത്ത, കൃത്രിമമായി മുഖം മിനുക്കാത്ത ഗ്രാമങ്ങൾ. നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതാണ്ട് കേരളത്തിൻ്റെതിന് സമാനമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാമാണ് ഇവിടെയും കാണുന്നത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ധാരാളം നെൽവയലുകൾ. ഞങ്ങൾ പോകുന്ന വഴിയിൽ കൂടുതൽ സ്ഥലത്തും നെൽവയലുകളാണ് കണ്ടത്. പിന്നെ കുട്ടനാട് പോലുള്ള പ്രദേശത്തേക്ക് എത്തുമ്പോൾ നിരവധി നദികളും തോടുകളും ജലാശയങ്ങളും കാണാം. തീരപ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പരന്ന ഭൂമിയാണ്. കുട്ടനാട്ടിലേതുപോലെ പരന്നു കിടക്കുന്ന നെൽവയലുകൾ. ഒരു കാലത്ത് വലിയ ഭൂപ്രഭുക്കളുടെ കൈവശമുണ്ടായിരുന്ന കൃഷിഭൂമികളാണ് ഇതെല്ലാം. 1950കളിൽ ഹോച്ചിമിൻ നടപ്പാക്കിയ ഭൂപരിഷ്കരണമാണ് ഭൂപ്രഭുക്കളിൽ നിന്നും കൃഷിഭൂമിയുടെ അവകാശം കർഷകരിലേക്ക് എത്തിച്ചത്. വഴിയരികിലേക്ക് നോക്കിയാൽ ഇത് കേരളമാണെന്നേ തോന്നൂ. നമ്മുടെ നാട്ടിൻപുറത്തെ വഴിയോരങ്ങളിൽ കാണുന്നത് പോലെ ബോർഡുകളുണ്ട്, പെട്ടിക്കടകളുണ്ട്, റോഡരികിൽ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. വഴിയോരങ്ങളിൽ പലതരം കടകൾ, അതിനിടയിൽ വീടുകളുമുണ്ട്. ഇത് ദനാങ്ങിലെ പ്രൊഫഷണൽ ട്രെയിനിംഗ് കോളേജാണ്. ദനാങ് പ്രൊഫഷണൽ കോളേജ്. നല്ല വൃത്തിയുള്ള ക്യാമ്പസ്. അത് കഴിഞ്ഞ് വീണ്ടും നെൽവയലുകളിലേക്ക് എത്തുകയായി. നല്ല പച്ചപ്പുള്ള വയലുകളാണ്. ചില കൗതുകകരമായ വിശേഷങ്ങളുണ്ട് ഈ വിയറ്റ്നാമിന്. മുയൻ എന്നുള്ളത് ഇവിടുത്തെ 40% പേർക്കുമുള്ള പേരാണ്. അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്നവരുടെ നാടാണിത്. 4.5 കോടി മോട്ടോർ സൈക്കിളുകൾ ഈ രാജ്യത്തുണ്ട്. ലോകത്ത് ഒരു ചുരുങ്ങിയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിൾ ഉള്ള സ്ഥലം ഇതായിരിക്കും. ഇവരുടെ ഭക്ഷണത്തിലും ചില വിചിത്രമായ രീതികളുണ്ട്. എഗ് കോഫി അതിലൊന്നാണ്. മുട്ടയുടെ മഞ്ഞക്കരു പഞ്ചസാര ചേർത്തടിച്ച് അതിലേക്ക് റോബസ്റ്റ കാപ്പി ചേർത്താണ് എഗ് കോഫി ഉണ്ടാക്കുന്നത്. വിയറ്റ്നാമിൽ പാൽക്ഷാമം നേരിട്ട കാലത്താണത്രേ കാപ്പിയിൽ പാലിന് പകരം മുട്ട ചേർക്കുന്ന പരിപാടി തുടങ്ങിയത്. കാലക്രമത്തിൽ ഈ രാജ്യത്തുടനീളം ഒരു സാധാരണ പാനീയമായി അത് മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവാധിപത്യമുണ്ടെങ്കിലും ഭക്തിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ നാടുകൂടിയാണ് വിയറ്റ്നാം. പരമ്പരാഗതമായ ആ വിശ്വാസങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നില്ല. പരേതാത്മാക്കളിലുള്ള വിശ്വാസം ശക്തമാണ് ഇവിടെ. പിതൃക്കൾക്ക് പരലോകത്ത് സുഖം ലഭിക്കാൻ അവർക്ക് വേണ്ടി നോട്ടുകളും വില കൂടിയ തുണിത്തരങ്ങളും മറ്റു സാധനങ്ങളും കത്തിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെയുണ്ട്. അങ്ങനെ പല പല വിചിത്രമായ ആചാരങ്ങൾ. ചെറിയ പട്ടണങ്ങളിലേക്ക് എത്തുമ്പോഴുള്ള കാഴ്ചയാണിത്. സൗന്ദര്യമോ വലിയ വൃത്തിയോ ഒന്നുമില്ല. നമ്മുടെ കേരളത്തിലെ പട്ടണങ്ങളെപ്പോലെ തന്നെയുണ്ട്. ടൂറിസ്റ്റുകൾ എത്തുന്ന ചില പട്ടണങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി സൗന്ദര്യവൽക്കരിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയത് കാണാം. ഇപ്പോൾ ഞങ്ങൾ ഹൊയ് ആൻ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൊയ് ആൻ വലിയ ചരിത്രമുള്ളൊരു നഗരമാണ്. അവിടെ ടൗണിനു പുറത്തുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ ബസ് നിന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി. വിചിത്ര രൂപമുള്ള കുറച്ച് ബഗ്ഗികളുണ്ട് ഇവിടെ. ഇലക്ട്രിക് ബഗ്ഗികൾ. ഇതിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഹൊയ് ആൻ ഗോ എന്നാണ് വണ്ടിയുടെ പേര്. വിചിത്ര രൂപമുള്ളതുമുണ്ട്, സാധാരണ രൂപമുള്ളതുമുണ്ട്. മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഈ വിചിത്ര രൂപമുള്ളതാണല്ലോ നല്ലത്. കുറെ പേർ അതിനകത്ത് കയറി. ആദ്യം 2 എണ്ണം പോയി. അവർ പോയ ഉടനെ തന്നെ അടുത്ത വണ്ടികളെത്തി. അങ്ങനെ സംഘത്തിലുള്ള എല്ലാവർക്കും പോകാനുള്ള വണ്ടിയായി. ഞാനും ഒരു വണ്ടിയിൽ ചെന്നു കയറി. ഇവിടെ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ പോകാനുണ്ട് ടൂറിസം സെന്ററിലേക്ക്. രസമാണ് ആ വണ്ടിയുടെ രൂപം. മേൽക്കൂര മാത്രം അതിന് മാച്ച് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഹൊയ് ആന്റെ പാതകളിലൂടെ ഞങ്ങൾ കയറിയ വണ്ടികൾ നീങ്ങുകയാണ്. ഹൊയ് ആൻ പുരാതനമായ ഒരു തുറമുഖ നഗരമായിരുന്നു. ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള വാണിജ്യ കപ്പലുകൾ പതിവായി എത്തിയിരുന്ന തുറമുഖ പ്രദേശം. വിയറ്റ്നാമിലെ ആദ്യകാല വാണിജ്യ നഗരം കൂടിയായിരുന്നു ഹൊയ് ആൻ. കച്ചവടത്തിനായി എത്തിയ ജപ്പാൻകാരും ചൈനക്കാരുമൊക്കെ
ഇവിടെ ദീർഘകാലം സ്ഥിരമായി താമസിച്ചിരുന്നു. ജപ്പാന്റെ അധീനതയിലായിരുന്നു കുറെ കാലം ഈ നഗരം. അക്കാലത്ത് വിയറ്റ്നാമീസ് ദേശസ്നേഹികൾ നടത്തിയ ചെറുത്തുനിൽപ്പും കലാപങ്ങളുമൊക്കെ ഈ നഗരത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഇവിടുത്തെ സെന്റർ ഫോർ കൾച്ചർ ആൻഡ് സ്പോർട്സ് എന്ന കെട്ടിടമാണിത്. അതിന്റെ മുൻപിലുള്ളൊരു സ്ക്വയറിൽ ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി. സോങ് ഹൊവായ് സ്ക്വയർ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഞാൻ ചെല്ലുമ്പോഴേക്കും മുൻപേ വന്നവർ എന്തൊക്കെയോ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു. കുറെ പഴക്കച്ചവടക്കാർ ഇവിടെയുണ്ട്. ഒരു കോലിന്റെ രണ്ടറ്റത്തും 2 വട്ടി കെട്ടിത്തൂക്കി നടക്കുന്നവർ. പഴക്കച്ചവടം നടക്കുന്നുണ്ട്. തർക്കിച്ച് കാശു വാങ്ങാൻ വിരുദ്ധരാണിവർ. പ്രധാനപ്പെട്ട പരിപാടി കച്ചവടമല്ല. ഈ കൂടകൾ തോളിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ നമ്മളെ അനുവദിക്കും. അതിനവർക്ക് ചെറിയൊരു തുക കൊടുക്കണം. ഇങ്ങനെ 2 വരുമാനമാണ് ഈ കച്ചവടക്കാരികൾക്കുള്ളത്. കാവ് തോളിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് പണം കൊടുക്കണം. ഒപ്പം പഴം വാങ്ങുകയും ചെയ്യാം. അവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും. വളരെ ഫ്രണ്ട്ലിയാണ് എപ്പോഴും. എന്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കൂ, ഈ കൂടെയൊന്ന് തോളിൽ വെക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അവർ പലരുടെയും അടുത്ത് കൊണ്ടുചെല്ലുന്നുണ്ട്. ചിലർ തോളിൽ വെച്ചു, ഫോട്ടോ എടുത്തു. കുറച്ചു സമയം എല്ലാവർക്കും അതൊരു കൗതുകമായി. ഇതിവിടുത്തെ തൂബോൺ നദിയാണ്. തൂബോണിന്റെ തീരത്താണ് ഹൊയ്യാന്റെ പുരാതന നഗരഭാഗം. സോങ് ഹൊവായി സ്ക്വയറും നദീതീരത്തു തന്നെ. അവിടെ നിന്നും നടന്നു. ഇനി പുരാതന നഗരത്തിലൂടെ നടക്കാനുള്ള സമയമാണ്. കുറെ നടക്കാനുണ്ട്. നടന്നു ചെല്ലും തോറും ഇവിടെയുള്ള ടൂറിസ്റ്റുകളുടെ ബാഹുല്യം നമ്മെ അത്ഭുതപ്പെടുത്തും. ഇതൊന്നുമല്ല ഇനി കാണാൻ കിടക്കുന്നത്. തൂബോൺ നദിയുടെ തീരത്തുകൂടി നടക്കുമ്പോൾ ഇവിടെ ഒരു കച്ചവടക്കാരിയുണ്ട്. ഒരു തരം വിയറ്റ്നാമീസ് മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണിവർ. പക്ഷേ അകത്ത് വെക്കുന്നത് മസാലയല്ല, പഴം നുറുക്കാണ്. അത് വെച്ച് നല്ല വൃത്തിയായി മടക്കിയെടുത്ത് കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് നമുക്ക് തരും. രുചികരമായൊരു വിഭവമാണത്. അടുത്തതായി ടിക്കറ്റ് എടുക്കണം. പുരാനഗരത്തിലേക്ക് കയറണമെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് ടിക്കറ്റ് വേണം. നാട്ടുകാർക്ക് എതിലേ വേണമെങ്കിലും പോകാം. ടൂർ ഗൈഡുകൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് ടൂറിസ്റ്റുകൾ പുറത്തുനിന്ന് വന്നാൽ ഇവിടെ ടിക്കറ്റ് എടുത്തിരിക്കണം എന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കാതെ കയറിപ്പോയാൽ ആരും അറിയുകയുമില്ല, ചോദിക്കുകയുമില്ല. പക്ഷേ അവരുടെ നിരീക്ഷകരുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നീടാണ്. ഞങ്ങൾ അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഓടി വന്നിട്ട് ഞങ്ങളുടെ ഗൈഡിനെ പിടിച്ചു. ടിക്കറ്റ് എടുത്തവരുടെ എണ്ണം മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ എണ്ണം കൃത്യമായിരുന്നു. അതോടെ ഒരു കാര്യം മനസ്സിലായി. ഇതെല്ലാം നിരീക്ഷിക്കുന്ന ഒരു ഗംഭീര സംവിധാനം ഇവിടെയുണ്ട്. മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ഉത്സവ പറമ്പിലേക്ക് എത്തിയതുപോലെയാണ്. എല്ലാം അലങ്കരിച്ച് ഒരുക്കി വെച്ചിരിക്കുന്നു. ബാഗുകൾ, സുവനീറുകൾ, തൊപ്പികൾ. ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും വാങ്ങിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ സാധനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന കടകൾ. ഈ കടകളൊക്കെ ഇതിനുവേണ്ടി ഉണ്ടാക്കിയതായിരുന്നില്ല ഒരു കാലത്ത്. ഇതെല്ലാം പഴയ കെട്ടിടങ്ങളാണ്. ഹോൾസെയിൽ ബിസിനസിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ഇവിടം. കപ്പലിൽ വരുന്ന ചരക്കുകൾ ഇവിടെ ഇറക്കി വെച്ച് കച്ചവടം നടത്തുന്ന വണിക്കുകളുടെ ഗോഡൌണുകളും കച്ചവട പീടികകളുമൊക്കെയായിരുന്നു ഈ കെട്ടിടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. 1990കളിൽ ഇതൊരു ടൂറിസം കേന്ദ്രമായി വളർന്നു വരികയായിരുന്നു. തൂബോൺ നദിയുടെ 2 കരകളിലുമായിട്ടാണ് ഹൊയ്യാൻ നഗരത്തിന്റെ ഓൾഡ് ടൗൺ. മറുകരയിലും ഇതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഇങ്ങേക്കരയിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത്. പഴയ ശൈലിയിൽ തന്നെ കെട്ടിടത്തെ നിലനിർത്തി ബൊഗൈൻ വില്ലകളൊക്കെ വെച്ചുപിടിപ്പിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ ഫോർട്ട് കൊച്ചിയൊക്കെ ഗംഭീരമാണെന്ന് നമ്മൾ തന്നെ വീണ്ടും വീണ്ടും പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട ഒരാൾക്ക് ഫോർട്ട് കൊച്ചി എങ്ങനെയാണ് ആസ്വാദ്യമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വൃത്തിഹീനമായ ബീച്ചും തെരുവുകളുമൊക്കെയാണല്ലോ അവിടെ. മാലിന്യമില്ലാത്ത നദി. അതിലൂടെ നാടൻ വള്ളങ്ങളിൽ ഇങ്ങനെ പോകാം. ദുർഗന്ധവും കൊതുകുമില്ലാത്ത തീരം. ടൂറിസ്റ്റുകൾക്ക് ആവേശമാണ് ഇത്തരം ബോട്ട് യാത്രകൾ. അവർ എല്ലാം മറന്ന് ആസ്വദിക്കുന്നു. മോഡലുകൾ ഫോട്ടോഷൂട്ടിന് വരുന്നു.
നദീതീരത്ത് മറുകരയെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുകയാണവർ. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സ്ത്രീകളുടെ സംഘങ്ങൾ. എവിടെയും ആഘോഷവും സന്തോഷവും പോസിറ്റീവ് വൈബുമുള്ള ഒരു സ്ഥലമാണ് ഹൊയ്യാൻ. ഞങ്ങൾ നേരത്തെ ബെനാഹിൽസ് എന്ന മലമുകളിൽ കണ്ടത് ആധുനികമായ ഒരു ടൂറിസം കേന്ദ്രമാണെങ്കിൽ പൗരാണികതയുടെ ഒരു കേന്ദ്രമാണിവിടം. ഇവിടെ നദീതീരത്തേക്ക് കയറിക്കിടക്കുന്ന ഒരു തോടുണ്ട്. അതിന്റെ അങ്ങേയറ്റത്തൊരു പാലവും. ഇതാണ് ഇവിടുത്തെ ജാപ്പനീസ് ബ്രിഡ്ജ്. 16-ാം നൂറ്റാണ്ടിൽ ജാപ്പനീസ് കച്ചവടക്കാർ നിർമ്മിച്ച പാലമാണ്. ഇവിടുത്തെ ഒരു ഐക്കണാണ് ജാപ്പനീസ് ബ്രിഡ്ജ്. അത് കാണാൻ ഞങ്ങൾ നിൽക്കുന്നത് ഒരു മരപ്പാലത്തിലാണ്. ഇങ്ങനെ നിരവധി പുരാതന പാലങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെയുള്ള ഒരു നഗരത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഹൊയ്യാൻ എന്ന അത്ഭുത നഗരത്തിലെ ജനപ്രവാഹത്തിൽ ഞങ്ങളും ചേർന്നു.